ഇതാടാ ഇത്ര സാധനം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു സാധനം വെച്ചിട്ടാണ്. ഇതാണ്ടാ മെഴുകുതിരി. ഈ മെഴുകുതിരി കൊണ്ട് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മെഴുകുതിരി കൊണ്ട് ഞാനിപ്പോൾ ഒന്ന് ഉദ്ദേശിക്കുന്ന വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ഈ മെഴുകുതിരി വെച്ചിട്ട് നമ്മളെ കൈക്ക് നമ്മൾ മൈലേജ് ഇടാൻ പോകുന്നത്. അതായത് മെഴുകുതിരി മൈലേജ്. ആ ഇട്ട് കഴിഞ്ഞിട്ട് കയ്യിൻ്റെ ഒരു ഇതുണ്ടാവില്ലേ, ആ സംഭവം ഒന്ന് ഫീൽ ചെയ്യുന്ന വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ആയിട്ടൊന്ന്. വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മെഴുതിരിയാക്കിയിട്ടുണ്ടോ കണ്ടോ? ഇനി നമുക്ക് ഈ ഒരു മെഴുതിരി തീരുന്നവരെ കൈക്ക് നമുക്ക് തീരുന്നവരെ കൈ ഫുള്ളായിട്ട് ഇടുന്ന നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. എന്താ കണ്ടോ? നിങ്ങൾ മുമ്പിലേക്ക് ഈ വിരൽ തന്നെ തുടങ്ങാം. പൊള്ളുണ്ട്. കുരുമണാന്ന് പറയും. ഇത് വിചാരിക്കാൻ കാണാൻ ചൂടുണ്ടല്ലോ ഇതിന്. ഞാൻ വിചാരിച്ച സിമ്പിൾ പരിപാടിയാണ് കേട്ടോ, നടക്കൂല. എൻ്റെ വിരലിൻ്റെ കുഴപ്പമാണ്, ശരീരത്തിൻ്റെ കുഴപ്പമാണ് പറയാനില്ലടാ. ഈ ഒരു മെഴുതിരി തിരുവൻ്റെ കയ്യിലെ വെടിക്കെട്ട് വിട്ട് മിക്കവാറും. പണ്ടൊന്നും ഇത്ര ചൂടുണ്ടായില്ല കേട്ടാ. പണ്ടൊന്നും ഇത്ര ചൂടില്ലാന്ന് തോന്നുന്നു. ഇന്ന് ഭയങ്കര ചൂടുണ്ടല്ലോ. ചൂട് 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 ചൂട്. പണ്ട് ഇത്ര വലിയ ചൂടുണ്ടായിട്ട് തോന്നില്ല കേട്ടോ. പണ്ട് ഞാൻ എൻ്റെ കൈക്ക് ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് അത്ര ചൂടുണ്ടായിട്ട് ഇന്ന് ഭയങ്കര ചൂടുണ്ട്. എടാ ഈ ഒരു മെഴുതിരി തീരുന്നവരിടാ നമുക്ക് ഈ ഒരു മെഴുതിരി തീരുന്നവരെ സംഭവം നമുക്ക് ഇതിൽ ഫില്ലാക്കാം. വിരലിൽ കൈക്കിട്ടാ. ഈ വിരലിൻ്റെ അറ്റത്തും ഇടാൻ പറ്റില്ല, നല്ല പൊള്ളൽ പൊള്ളുന്നുണ്ട്.
ഇടയ്ക്കിടയ്ക്ക് നിർത്ത് തന്നാൽ കേട്ടോ. ചില നല്ല വേദന കേട്ടാ. പക്ഷേ വേണ്ട സഭയിൽ നിന്ന് കട്ടി കുറ്റുന്നുണ്ട് അംശമുണ്ട്. അതുകൊണ്ടായിരിക്കും സാധ്യത. എൻ്റെ അമ്മോ. ഇത് തമാശയിലാണെങ്കിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കട്ടെ. ചിലർക്ക് ഇത് പിടിക്കില്ല. അത്രക്കും നല്ല നല്ല വേണ്ട നല്ല വേണ്ട നല്ല വേനുണ്ട്. ഓഹ് ഇതെൻ്റെ കിഴപ്പൂത്ത് ചെയ്യുന്നതാണ് പറയാൻ പറ്റില്ല. എൻ്റെ വിരലിൻ്റെ അധികം അറ്റത്ത് ചെയ്യാൻ പറ്റില്ല. അറ്റത്ത് ഭയങ്കര നല്ല പൊള്ളൽ കൂടുന്നുണ്ട്. ഈ വരലിൻ്റെ അറ്റത്ത് അധികം ഇടാത്ത കേട്ടാ സാധനം. പണ്ട് ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടായി. ഇങ്ങനെ സംഭവം വീട്ടിൽ കുഞ്ഞപ്പോൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ നമ്മൾ കൈക്കൽ ചെയ്ത് ഇങ്ങനെ അപ്പോൾ ഓരോ തുള്ളിയായിട്ടിരിക്കലു. പക്ഷെ അന്ന് ഇത്ര പൊള്ളലുണ്ടായിട്ടാ. ഇന്ന് നല്ല പൊള്ളലുണ്ട്. നല്ല വീഴുമ്പോൾ തന്നെ നല്ല വേനുണ്ട് കേട്ടാ. പറയാക്കാൻ പറ്റില്ല. എൻ്റെ മോനെ പുക പോകുന്നതിനുള്ളത്. എൻ്റെ മോനെ എൻ്റെ മോ.
എൻ്റെ മോനെ വിശ്വസിക്കാൻ്റെതാണ് കേട്ടോ. എൻ്റെ മോനെ തീരുന്നില്ലല്ലോ മണ്ട കൊപ്പ്. ആ തോല് പോയി. എഴുതി ഇത്രയായിരുന്നു കേട്ടോ. ഇത് നടക്കുന്ന കേസല്ലട്ടോ. നമ്മൾ ഞാൻ വിചാരിച്ചു വെറും അത്ര വലിയ ചെറിയ സാധനമായിരിക്കും. സാധനം ഇത് ഉറ്റുമതിൻ്റെ വേണം മനസ്സിലാക്കാറുന്നില്ല, സഹിക്കാറുന്നില്ല. ഈ വീട് ചെയ്തും പോയി ഇത് ഫില്ലാക്കണ്ടേ. ഇത് നോക്ക് കയ്യിൽ വെക്കാൻ സ്ഥലമില്ല ഈ കൈപ്പത്തിനുള്ളിൽ. പോരാട്ടത് സാങ്ങടാ കൈ കണ്ടതാ. എനിക്ക് തലകറങ്ങുന്ന പോലെ അല്ലാന്ന് കേട്ടോ. ഈ വേനെടുത്തിട്ടൊന്നും തലകറങ്ങുന്ന പോലെ ഫീൽ ആവുന്നുണ്ട്. എൻ്റെ കൈപ്പത്തിലേ ഉള്ളു നോക്കുക. ഫുള്ള് മെഴുകൊണ്ട് തന്നെ മെഴുകന്നായിട്ട് ഫുള്ള്. അയ്യോ, എനിക്കിത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. സംഭവം തല കറങ്ങുന്നൊരു ഫീലിലാവുന്നുണ്ട്.
അത് കൂളായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച സാധനമാണ്, പക്ഷെ നടക്കുന്നില്ല. അത് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനമല്ല കേട്ടോ. സാധനമല്ല. ഇതൊന്ന് പണ്ട് ഞാൻ ചെറുപ്പത്തിൽ കൈക്കാക്കിയിട്ടുണ്ട്, പക്ഷെ അന്ന് എനിക്ക് ഇത്ര പൊള്ളലൊന്നും ഉണ്ടായിട്ട. പക്ഷെ ഇപ്പോൾ എന്തോ കൈക്ക് വെക്കുമ്പോൾ തന്നെ സാധനം ഡബിൾ സാധനമാകുന്നുണ്ട്. ഈ ചെറിയ തലകറക്കം വേദന കേട്ടോ. കിഴപ്പെന്ന് പറയാം, ഇതിന് കിഴപ്പെന്ന് പറയും. എൻ്റെ മോനെ വിഷയം സാധനം കേട്ടത്. സാധനം എനിക്ക് തലാറുന്ന ഫീലാണ് കേട്ടോ. ഇത് മൊത്തം ഞാൻ ഒരിക്കലും ചോദിക്കാം, വേറെ വഴിയില്ല. ഇത് കംപ്ലീറ്റ് ആക്കണ്ടേ സാധനം. പറഞ്ഞ സാധനം നിങ്ങളോട് പറഞ്ഞ തന്നെ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, കണ്ടോ കേട്ടോ. മോനെ ഇതിൻ്റെ മുകളിൽ വീഴുന്നെന്ന് വിചാരിക്കണ്ട, സംഭവം ഇതിലേക്ക് നല്ല പൊള്ളലുണ്ട് കേട്ടോ. എൻ്റെ കൈയിൻ്റെ അവസ്ഥ ഞാൻ അയച്ചു നോക്കുന്നു, എങ്ങനെ ഉണ്ടാവുന്നൊരു കൂടത്തില്ല. എൻ്റെ മോനെ പറയാനൊക്കെ വയ്യ, തീരുന്നില്ല പണ്ടാരം. എൻ്റെ തോലിന് വീഴുമ്പോൾ എൻ്റെ ഭയങ്കര വേദന. കൈപ്പത്തിൻ്റെ അവിടെ വീഴുമ്പോഴും കൈപ്പത്തിൻ്റെ ഇടയിൽ പോയിട്ട് അവിടെ വീയില്ലേ, നല്ല കത്തലുണ്ട്. പൊള്ളലെന്ന് പറഞ്ഞാൽ അവസാനം പറിക്കുമ്പോൾ കാണിച്ചിട്ടാ. ഇത് കഴിഞ്ഞിട്ട് കൈയിൻ്റെ അവസ്ഥ ഞാൻ അയച്ചേക്കുന്നത്, തീരാനായി. തോറ്റി വീഴുമോ എൻ്റെ മോനെ. കേട്ടു. ഓ സാന്റീനായിട്ട് അത്രപ്പേ.
എനിക്ക് വേർക്കലായി, വേർക്കുന്നുണ്ട് കാരണം വേർക്കുന്നത് തലകറങ്ങുന്ന പോലെ ഒരു ഫീൽ ആകുന്നുണ്ട്. സംഭവം ഇതിനെ തന്നെ ഒരു നോക്കി എന്നിട്ടാണോ പറയാൻ പറ്റില്ല കേട്ടാ. സാധനമൊക്കെ തലകറങ്ങുന്നൊരു ഫീലുണ്ട്, നല്ല പൊള്ളലും പൊള്ളുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ വീതൊന്നും ഇങ്ങനെ കേൾക്കണ്ട സംഭവം. ആ ചൂട് അടിയിലേക്ക് എത്തുമ്പോൾ ഇതില്ലേ സംഭവം അതായത് അടുക്ക അവസാനം അടയെല്ലാം ഉണ്ടാക്കിയിട്ട് എടുക്കണൊക്കെ ആവും. കൈപ്പത്തിരി ഉള്ളു എൻ്റെ മോനെ. വിഷയം. ഹസൻ ഒട്ടിച്ചേക്കാ എടാ അതിനെ കത്തി ചാടുന്നതിൻ്റെ ഒറ്റ വീട്ട് എനിക്ക് പിടിക്കാൻ വേണ്ടില്ല. അത് അയ്യോ കുറേ നേരം കത്തുവോ നിൽക്കുക മോനെ. പറിക്കുമ്പോൾ പറഞ്ഞ കാര്യമില്ല. പരമാവധി തീർക്കാൻ നോക്കട്ടെ. എനിക്ക് ചൂടാൻ വേർക്കെല്ലാം ചെയ്യലേ, വേർക്കുന്നുണ്ട്, തല ഇറങ്ങുന്ന വീലെല്ലാം ഉണ്ട്. പറയാ എൻ്റെ മോനെ നല്ല കിഴപ്പ് മൂത്തുണ്ടാക്കുന്നതെന്ന് പറയാൻ കേട്ടാ. കാരണം ഇതൊരു സംഭവം എനിക്കത് പിടിക്കാറുന്നില്ല കേട്ടോ. സംഭവം പിടിക്കാറുന്നില്ല. അവസാനം എൻഡിലെത്തി. ഒരു ചെറിയ കഷ്ണം. ചെറിയ കഷ്ണത്തിലെത്തിയിട്ടുണ്ട്. ഇതിനപ്പുറം എനിക്ക് ഇത് പിടിക്കാൻ പറ്റില്ല. ഇത് ലാസ്റ്റ് ഇതിനപ്പുറം എൻ്റെ കൈ കൊണ്ടാവില്ല. ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ ചെരിച്ചിട്ട് ശരിക്കും ആവൂലേ, അങ്ങനെ തീർന്നെങ്കിലോ.
തീരുന്നല്ല പ്രശ്നം, മുകളിൽ കൈക്ക് ചൂടേക്കുന്നുണ്ട്. കൈക്ക് പുറത്തു പോകണം. സാധനം അവിടെ നിന്ന് കത്തുന്നുണ്ട്. അത് തീരാതെ നമുക്ക് ഇപ്പോൾ വീഡിയോ തീർക്കാൻ പറ്റില്ലല്ലോ. അല്ലാതെ വേറെ വഴി കാണില്ല. കയ്യിൽ പിടിക്കാൻ പറ്റത്തില്ല. കയറ്റിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇത് 1.5 മണിക്കൂർ കത്തുന്നതല്ലേ ചെറിയ കഷ്ണം. കത്തീരാൻ പാടുണ്ട് വന്നിട്ടാ. ഓക്കെ, ഏകദേശം കത്തീരാനേ കണ്ടോ. അതിൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കയ്യിൽ പിടിക്കാതെ ഞാൻ അവിടെ തന്നെ ഒട്ടിച്ചു. സംഭവം അവിടെ തന്നെ കത്തിയിട്ട് ആവട്ട് കണ്ട. സാധനം തീർന്നു. അതിൻ്റെ അറ്റത്തില്ല നൂല് കാണല്ലേ. പുറത്ത് പോകാൻ തീരുമല്ലോ. വേറെ കാര്യം. ഞാൻ ഫുള്ള് വേർത്തു. വെല്ലിനടയിൽ പോയി. സംഭവം ഇത്ര ചെയ്യുന്നുണ്ട് കേട്ടാ. ഇത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്പുറം അത് കത്തിയിട്ട് തീരില്ല കേട്ടാ. കത്തിയിട്ട് അത് ശരിക്കും എൻ്റെ വിരലിന് തീ കൊള്ളുന്നു. ഓക്കെ, ഇത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റി. ഇത്ര വലിയൊരു മെഴുതിരി അത് എനിക്ക് ഇത്ര പോലെ ആക്കാൻ പറ്റി കേട്ടാ. ഇതിനപ്പുറം ഇങ്ങനെ പിടിച്ചിട്ട് ഒരുക്കി കളയാൻ തീർന്നു. ഒരുക്കി കളയാല്ല, അത് തീർന്നു കേട്ടാ. എൻ്റെ തീർന്നുണ്ടാ. അവസാനത്തെ ആ നൂല് കാണാല്ലേ. കൈ അപ്പോൾ സംഭവം അടിത്തന്നെ ഒരിക്കലും ഇതാടാ. ഇത്ര സാധനം ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 സെക്കൻഡ് നമുക്ക് 2 മിനിറ്റ് നിൽക്കാം. അല്ല, 1 മിനിറ്റോളം നിൽക്കാം. നിൽക്കുന്നിട്ട് ഓരോന്ന് പറിക്കാം. എന്നിട്ട് കാണിച്ച് നമ്മുടെ കൈയിൻ്റെ ഒരു അവസ്ഥയില്ലേ എന്നിട്ട് അത് കാണാം കേട്ടാ. സാധനം കൈ കണ്ടോ കേടാ. ഇതാണ് അവസ്ഥ. അത് പറിക്കാം. പറിച്ചു വെക്കാം. നിങ്ങൾ കാണിക്കട്ടെ. എങ്ങനെ ഇട്ടിട്ടുണ്ട്. ഫുള്ള് വേർത്തു. കൈ കാണാടാ. കൈൻ്റെ അവസാനത്തെ എച്ച് കഴിഞ്ഞിട്ടില്ല. ഇതാണ് സംഭവം. കൈപ്പത്തിൻ്റെ ഉള്ളിലൊരു ഇടകിടൽ ചോത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ട് ഇങ്ങനെ ചോത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടറിയില്ല കേട്ടോ. ചോത്തിട്ടുണ്ട്. പിന്നെ കൈപ്പത്തിൻ്റെ നടുവില്ലേ, അതിന് അവസാനം ഈ മെഴുതിൽ എത്തിച്ചിട്ട് കൈപ്പത്തി നടുവിലാണ്. ആ ഒരു സൈഡ് ചോത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നും അങ്ങനെ അത്ര വലിയൊന്നുമില്ല.
സമയം വിരലിൻ്റെ അറ്റത്തിൽ ഉറ്റിക്കാൻ പോകുമ്പോൾ നല്ല കത്ത് കത്തുന്നുണ്ട്. പിന്നെ ഇവിടെ ഭയങ്കര എടുക്കുന്നുണ്ട്. എന്നാലും ഇത് തുള്ളി കിട്ടുമ്പോൾ ഞാനിത് ചെറുപ്പത്തിൽ വെറുതെ ഞാൻ വെച്ച് നോക്കിയിട്ടുണ്ട് സാധനം. അപ്പം എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല. ഇത് അങ്ങനത്തെ ഒരു എന്താ പറയല് അത്രയും സിമ്പിളാന്ന് പറഞ്ഞ സാധനം ഞാനിപ്പോൾ ചെയ്തതാണ്. ഒരു മേതിൽ ഫുള്ള് ഞാൻ ഒറ്റിച്ചു. പക്ഷേ ഇത് നമ്മൾ വിചാരിക്കാൻ കണക്കല്ല. വേറെ സഹിക്കാവുന്നവരെ സഹിച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എനിക്കിത് സംഭവം ഞാൻ ചെയ്ത സാധനം തന്നെ കേട്ടോ. എൻ്റെ അവസാനം എൻ്റെ കയ്യിൻ്റെ അവസ്ഥ എങ്ങനെയാണ് കേട്ടോ. ഇത് ഒരു മെഴുതിരി മൊത്തം അപ്പോൾ ഓക്കെ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോ വെച്ച് കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് അപ്പോൾ നല്ല ആയിക്കോട്ടെ. എന്നാൽ അടുത്ത നല്ല വീഡിയോ വെച്ച് കാണാം. ഓക്കെ ബൈ.